ഹ്യൂമൻ ബീങ്സ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലല്ലേ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തിൽ, ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു സ്പേസിൽ ഞങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമല്ല. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? ഞങ്ങൾ മോർ ദാൻ ഫ്രീഡം ഓർ എനിത്തിങ്, ഞങ്ങളെ ലവാണ് ഞങ്ങൾ മോർ പ്രയോറിറ്റി കൊടുത്തത്. മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയതും. എന്നെ മനഃപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ട നിന്നെ ഓർക്കുമ്പോ എനിക്ക് കരച്ചിലാ വരുന്നത് എന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. എന്നെ തേച്ചതാണല്ലേ? അല്ലാണ്ട് അതർ ദാൻ ദാറ്റ് മോർ ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടും. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. ഫ്രീഡം മാത്രം മനസ്സിൽ വെച്ചിട്ട് ഇഷ്ടമാണെന്ന് നടിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഇഷ്ടമുണ്ടെന്ന് കാണിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. എല്ലാരും അല്ല, കുറച്ച് നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. നീ പകപോക്കാണല്ലേടാ. എന്നിട്ട് മറ്റേ ആ പാർട്ട്ണർന്ന് വിചാരിച്ചിരുന്ന ആളെ ചതിക്കും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വേറെ ആൾക്കാരായിട്ട് റിലേഷൻഷിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചതിക്കുകയും ചെയ്യും. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാ. ലാസ്റ്റ് പറയും ഞാൻ ലെസ്ബിയൻ അല്ല, അതല്ല, ഇതല്ല. എനിക്ക് എന്റെ ഉമ്മാനെ കാണണം, എനിക്ക് എന്റെ ദീനാണ് വലുത് എന്നൊക്കെ പറയും. എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വിടുന്നേ. റിലീജിയൻ ഇറസ്പെക്റ്റീവ് ഓഫ് എന്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, വേണമെങ്കിൽ ആവട്ടോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി റിലീജിയൻ വിശ്വസിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട, മീഡിയമിൽ നിൽക്കുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഫൈൻ. അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണം. ഫ്രീഡം ഒക്കെ എനിക്ക് മതി. ഞാനിപ്പോ ഒരു 1.5-2 വർഷമൊക്കെ ഫ്രീഡം അനുഭവിച്ചു. ഇനിയിപ്പോ വീട്ടിൽ പോവാം. നിനക്ക് പ്രാന്താളി വേടാ പന്നി.